ആദ്യം ഞാൻ സന്ദീപിലേക്ക് പോകുന്നു. സന്ദീപ്, കാര്യം ശരിയാണ്. കൂത്തുപറമ്പ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷ ചിന്ത ഉള്ളവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ ആഴത്തിലെ വേദനയാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ ചിന്തയ്ക്ക് അപ്പുറം നിൽക്കുന്ന മനുഷ്യരുടെയൊക്കെ ഹൃദയത്തിലെ വേദനയാണ്. അത് CPM-ന് വല്ലാത്ത വൈകാരികതയാണ്, DYFIക്ക് വൈകാരികതയാണ്, പുഷ്പൻ വൈകാരികതയാണ് എന്ന് പറയുമ്പോൾ പോലും കാലം മുന്നോട്ടേക്ക് നീങ്ങില്ലേ? കാലം മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അന്ന് കുറ്റാരോപിതനായതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അയാളെ മാറ്റി നിർത്തണം എന്ന് വേണമെങ്കിൽ പാർട്ടി എന്നുള്ള നൽകി CPM-ന് പറയാം. പക്ഷെ ഒരു സർക്കാരിന് അത് സാധ്യമാണോ? നോക്കൂ, ഫാക്ച്വലായി നോക്കൂ. ഈ 3 പേരുകളിൽ വയബിളായി നിയമിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പേര് റവട ചന്ദ്രശേഖരൻ എന്ന് തന്നെയാണ്. അത് ഈ സർക്കാർ നിയമിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ CPM BJP ബന്ധമൊക്കെ ആരോപിക്കുന്നത്, സന്ദീപ് വാര്യർ? അശ്മി, ഇതിൽ താങ്കളുടെ ആദ്യത്തെ ആർഗ്യുമെൻറ്റിനോട് ഞാൻ പാർഷ്യലി യോജിക്കുകയാണ്. ഒന്ന്, കാലം നീങ്ങുമ്പോൾ മനുഷ്യൻ്റെ വൈരാഗ്യം കുറയണം. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ വിരോധം വെച്ചുകൊണ്ടൊന്നും പെരുമാറാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സാമാന്യ യുക്തി. പക്ഷേ CPM ആ തരത്തിൽ പെരുമാറുന്നൊരു പാർട്ടിയാണോ? CPM ആ തരത്തിൽ പ്രചരിപ്പിക്കുന്നൊരു പാർട്ടിയാണോ? CPM വല്ലാതെ വൈകാരികമായി രക്തസാക്ഷികളുടെ ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം എല്ലാ വർഷവും കൂത്തുപറമ്പ് അനുസ്മരണം സംഘടിപ്പിക്കുകയും കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ അവരുടെ പ്രേരണയായി സ്വീകരിക്കുകയും അത് പറഞ്ഞുകൊണ്ട് യുവാക്കളുടെ ചോര തിളപ്പിക്കുകയും അത് പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം പ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ യുവജന സംഘടനയാണ്. 95-ലെ കൂത്തുപറമ്പ് വെടിവെപ്പ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ഏറ്റവും വൈകാരിക പരിസരമാണ്. അതിൽ നിന്നുകൊണ്ട് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു എന്നാണ് പറയാറുള്ളത്. പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും അത് CPM-ൻ്റെ അണികളൊക്കെ ആവേശത്തോടുകൂടി ഏറ്റെടുത്ത് പാടുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്, കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പുഷ്പനൊക്കെ അവർക്ക് വല്ലാത്ത വൈകാരിക ഘടകമായിരുന്നു കണ്ണൂരിലെ പാർട്ടിക്ക്, DYFIക്കൊക്കെ. ആ സാഹചര്യത്തിൽ കൂത്തുപറമ്പ് സമരത്തോട് CPM-നുള്ള സമീപനം മാറിയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ രവതാ ചന്ദ്രശേഖരനെ നിയമിച്ചത് സംബന്ധിച്ച് രവതാ ചന്ദ്രശേഖരന് ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടോ കുഴപ്പമുണ്ടോ എന്നുള്ളതൊന്നും ഞങ്ങളുടെ പോയിന്റ് അല്ല. അവിടെ DGP ആയിട്ട് രവതാ ചന്ദ്രശേഖർ വന്നതിലുള്ള പിഴവിനേക്കാൾ ഉപരി കൂത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള CPM-ൻ്റെ സമീപനം മാറിയോ? 1. 2, രവതാ ചന്ദ്രശേഖരനെ നിയമിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രയോറിറ്റി കൂത്തുപറമ്പിലെ രക്തസാക്ഷികളായിരുന്നില്ല, മറിച്ച് നരേന്ദ്രമോദിയോടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമായിരുന്നു, പ്രധാനമന്ത്രിയോടുള്ള അടുപ്പമായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേരളത്തിലെ DGP ആക്കുക എന്നുള്ളതായിരുന്നു അതിന് പുറകിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ലിസ്റ്റിൽ, UPSC അംഗീകരിച്ചിട്ടുള്ള ലിസ്റ്റിൽ രവതാ ചന്ദ്രശേഖർ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്. നിതിൻ അഗർവാൾ എന്ന് പറയുന്ന വളരെ യോഗ്യനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ നിതിൻ അഗർവാളിനെ ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാരണം കേട്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. എന്താ അദ്ദേഹം പറഞ്ഞത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി പറയുകയാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. എന്താ പറഞ്ഞത്? നിതിൻ അഗർവാളിനെ ഒഴിവാക്കിയത്, നിതിൻ അഗർവാൾ നേരത്തെ BSF-ൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇൻഫിൽട്രേഷൻ കൂടിയതുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപടിയെടുത്ത ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഈ വിവരം എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേന്ദ്ര സർക്കാരോ BSF-ഓ ഔദ്യോഗികമായി ഇത്തരമൊരു വിശദീകരണം നൽകിയിട്ടേ ഇല്ല. അപ്പോൾ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങേയറ്റം സ്വകാര്യത സൂക്ഷിച്ചുകൊള്ളാം, അതൊരിക്കലും പുറത്തു പറയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുള്ള വിവരമാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് പുറത്തു പറയാൻ അവകാശമില്ല. അങ്ങനെ ഇല്ലാത്ത അവകാശമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള 1. ഇനി അതല്ലെങ്കിൽ അദ്ദേഹം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിതിൻ അഗർവാൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് BJP നേതൃത്വത്തിനും പ്രധാനമന്ത്രിക്കും നീരസമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ളത് പിണറായി വിജയന് നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാനുള്ള ഒരു അടവ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള, പ്രധാനമന്ത്രി സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന, CBIയുടെ തലപ്പത്തുണ്ടായിരുന്ന ഒരാളെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ DGP ആക്കുക എന്ന് പറഞ്ഞാൽ അത് BJP-യുമായിട്ടുള്ള ഒത്തുകളിയാണ്, RSS-ഉമായിട്ടുള്ള ഒത്തുകളിയാണെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ മറുവശത്ത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നിങ്ങൾ എന്തുകൊണ്ട് മറന്നു എന്ന് ആ CPM എല്ലാ സമയത്തും അവരുടെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ എന്തു തന്നെ സംഭവിച്ചാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിൻ്റെ ഇതൊക്കെ അവർ പറയുന്ന ഒരു വലിയ പാരമ്പര്യം, അതല്ലെങ്കിൽ അവരെ പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ ഉപയോഗിക്കുന്ന കൂത്തുപറമ്പ് സമരം, അതിലെ രക്തസാക്ഷികൾ പുഷ്പനടക്കമുള്ളവർ 5+1 അങ്ങനെ 6 പേർ, ആ 6 പേരെ നിങ്ങൾ മറന്നോ? അവർ നേരത്തെ മറന്നു നമുക്കറിയാം. കൂത്തുപറമ്പ് സമരത്തിന് ആധാരമായിട്ടുള്ള സ്വാശ്രയ കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ നയം മാറ്റി. കൂത്തുപറമ്പ് സമരത്തിന് ഞങ്ങൾ ആ സമരം നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് ഒന്നുകൊടുത്താം.